ഹലോ, ഞാൻ സുബർണ ഡിസൈൻ ഹബ്ബ് എന്നിട്ടുള്ള ചാനലാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഞാനത് ചിഞ്ചൂസ് 143 വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇതേ സെയിമിൽ സ്റ്റാർട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ജർമ്മനിയിലാണ്. ഒരു 4 വർഷം മുന്നെയാണ് ഞാൻ ഈ ഒരു സുബർണ ഡിസൈൻ ഹബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനലിൽ വീഡിയോസ് ഇടുന്നത് നിർത്തിയത്. കാരണം എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ പുതിയ അപ്ഡേറ്റ്സൊക്കെ ഇടാമെന്ന് വെച്ചിട്ടാണ് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ കുറേ സ്ട്രഗിൾ ചെയ്ത് ലാസ്റ്റ് ഞങ്ങൾ ജർമ്മനിയിലെത്തി. ഞങ്ങൾ ബാംഗ്ലൂർക്കാണ് ആദ്യം പോയത്. അവിടെ നിന്നായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ എൻ്റെ കസിൻസ് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളതിനെ യാത്രയാക്കാനായിട്ട് ഞങ്ങളുടെ കസിൻസ് എല്ലാവരും, ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, പക്ഷേ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഞങ്ങൾ എയർബസിലാണ് പോയത്. മക്കളൊക്കെ നല്ല സുഖമായിട്ട് ഉറങ്ങി. പക്ഷേ എനിക്കൊരു ടെൻഷൻ, പേടി എല്ലാം കൊണ്ടും ഞാൻ കറക്റ്റായിട്ട് ഉറങ്ങിയില്ല. ഞങ്ങൾ 25 തീയതി ജൂലൈ കയറി 26 തീയതി വൈകുന്നേരം ഈവനിങ് ഫ്ലൈറ്റിൽ പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ ആ ഫ്ലൈറ്റ് ക്യാൻസലായി. അപ്പോൾ ഞങ്ങളൊരു ദിവസം കൂടിയും അവിടെ ബാംഗ്ലൂർ സ്റ്റേ ചെയ്യേണ്ടി വന്നു. ഞങ്ങളെ റിലേറ്റീവ്സൊക്കെ ഞങ്ങളെ മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 25 തീയതി 26 തീയതി കഴിഞ്ഞ് 27 തീയതി ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി. അവിടെ ഭയങ്കര വണ്ടറടിച്ച് നിൽക്കുമായിരുന്നു പൊടിമോള്. ഹൻവിത എന്നാണ് പേര്. അന്ന് ഞാൻ നെയ്മിങ് സെറമണിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നത്തെ ആ കൊച്ചാണ് ഇത് കേട്ടോ. ഇപ്പോൾ 5 വയസ്സായി. പൊടി എന്നാണ് ഞങ്ങൾ വിളിക്കുക. അപ്പോൾ അവൾ ഒരു നിമിഷം ഒരു പാട്ട് കേട്ടാൽ, അല്ലെങ്കിൽ വെറുതെ നിൽക്കുകയാണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഭയങ്കര ഡാൻസിന് ടാലൻ്റ് ഉള്ളൊരു കുട്ടിയാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ അവളെ പഠിപ്പിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ പൊടിമോളും ഞാനും ബാബേട്ടനും എൻ്റെ തങ്കുമോളും ആദിശ്രീ അവളും കൂട്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ പോരാണ്. ഞങ്ങളുടെ ആ ഒരു ജീവിതം, സ്വപ്ന ജീവിതം ഞങ്ങൾ സാക്ഷാത്കരിച്ചു എന്ന് പറയാം. അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ ഡൽഹിയിലേക്കാണ് കയറിയത്. അവിടെ ഡൽഹി വരെ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഡൽഹിയിൽ നിന്ന് ജർമ്മനിയിലേക്ക് എത്തുന്ന വരെയുള്ള ആ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു 9-10 മണിക്കൂർ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആലോചിച്ചറിയാം. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പറയാണ്, A1 പഠിച്ച് എക്സാം എഴുതി ഇങ്ങോട്ട് പോരാൻ ഇത്രയും ബുദ്ധിമുട്ടില്ല എന്ന്. കാരണം അത്രയും എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്യൂസ്ഡേ 28 മോർണിംഗ് നാട്ടിലൊരു ഉച്ച സമയത്ത് ഞങ്ങളിവിടെ എത്തി. അങ്ങനെ കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഇനി ഉണ്ടാവും.